നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളപട്ടണത്തിലെ അഷ്റഫിന് 300 പവൻ സ്വർണവും 1.25 കോടിയും ഒരുവിധം തിരിച്ചു കിട്ടി. ഇത്രയധികം സ്വർണവും പണവുമൊക്കെ വീട്ടിൽ ലോക്കറിൽ പൂട്ടിവെച്ച് കല്യാണത്തിന് പോയ കഥയാണ് അഷ്റഫിൻ്റേത്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തരം മരയുള്ളകൾ പലരുമുണ്ട് കേരളത്തിൽ. ഇക്കഴിഞ്ഞ 20-ാം തീയതിയാണ് അരിവ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ വലിയ മോഷണം നടന്നത്. ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ അഷ്റഫും കുടുംബവും മധുരയിലേക്ക് പുറപ്പെടുന്നു. 24-ാം തീയതിയാണ് മടങ്ങിയെത്തിയത്. 24-ാം തീയതി രാത്രി മടങ്ങിയെത്തിയപ്പോൾ മോഷണ വിവരം മനസ്സിലാക്കുന്നു. വീട്ടിലെ ലോക്കറുകളൊക്കെ പൊളിച്ചിട്ട നിലയിൽ. 1,27,00,000 രൂപയും 300 പവൻ സ്വർണവുമാണ് നഷ്ടപ്പെട്ടത്. നേരെ പോലീസിനെ വിളിച്ചു. വീട്ടിലെ CCTV പോലീസ് പരിശോധിച്ചപ്പോൾ വീടിനകത്തേക്ക് ഒരാൾ കടന്നു വരുന്നത് കണ്ടു. പിന്നീട് 21-ാം തീയതിയും ഇതേ കള്ളൻ വീടിനകത്തേക്ക് കടന്നു വരുന്നു. CCTVയിൽ മുഖം വ്യക്തമല്ല. ജനലും ലോക്കറുമൊക്കെ കൂടുതൽ പരിക്കില്ലാതെ പൊളിക്കാൻ വിദഗ്ധനായിരുന്നു കള്ളൻ. അതുകൊണ്ട് തന്നെ വെൽഡിംഗ് വൈദഗ്ധ്യമുള്ള ഒരാളാവും കള്ളൻ എന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ ഉറപ്പിച്ചു. ആദ്യ ദിവസം മോഷണം കഴിഞ്ഞ് 2-ാം ദിവസവും അഷ്റഫിന്റെ വീട്ടിൽ പ്രതിയെത്തി. ഇതിൽ നിന്ന് പോലീസ് ഒരു കാര്യം കൂടി ഉറപ്പിച്ചു, അഷ്റഫിന്റെ വീടുമായി നല്ല പരിചയമുള്ള വ്യക്തി തന്നെയാണ് ആ മോഷ്ടാവ്. അഷ്റഫ് മടങ്ങി വന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മോഷ്ടാവ് 2ാമതും വീട്ടിലെത്തിയത്. 2 താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെ കുറിച്ച് അറിവില്ലാത്തയാൾക്ക് അത് തുറക്കാനാവില്ല എന്നും പോലീസ് മനസ്സിലാക്കി. തുടർന്നാണ് എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിച്ച് അതിവിദഗ്ധമായി പ്രതിയിലെത്തിയത്. വീടടച്ച് പുറത്തു പോകുന്ന ശീലം അഷ്റഫിനും കുടുംബത്തിനുമുണ്ട്. വീടിനകത്ത് ഭേദപ്പെട്ട ലോക്കർ സംവിധാനവും അടച്ചുറപ്പുള്ള വാതിലുകളുമൊക്കെ ഉണ്ട് എന്ന ആത്മവിശ്വാസമായിരുന്നു അഷ്റഫിന്. വീടടച്ചു പോകുമ്പോൾ സുരക്ഷാ ജീവനക്കാരെ പോലും നിയോഗിച്ചിരുന്നില്ല. പോലീസിൽ അറിയിക്കുകയും ചെയ്തില്ല. വീട്ടിലെ ലോക്കറിന് മുകളിൽ മറ്റൊരറ നിർമ്മിച്ചാണ് സ്വർണവും പണവുമൊക്കെ അവിടെ സൂക്ഷിച്ചിരുന്നത്. മരത്തിലാണ് ഈ അറ കൂടി നിർമ്മിച്ചത്. താക്കോൽ മറ്റൊരു അലമാരയിലും അതിൻ്റെ താക്കോൽ മറ്റൊരു മുറിയിലെ വേറൊരു അലമാരയിലുമായി സൂക്ഷിച്ചിരിക്കുന്നു. കാക്കക്കുയിൽ എന്ന സിനിമയിലെ താക്കോലിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ് അഷ്റഫിൻ്റെ ലോക്കൽ സംവിധാനങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകൾ. എന്നാൽ താക്കോലൊക്കെ അലമാരിയിലിരിക്കും. മോഷ്ടാവ് ലോക്കർ പൊളിച്ച് സ്വർണവും പണവും എടുത്തുകൊണ്ടുപോകും എന്ന് മനസ്സിലാക്കാൻ അഷ്റഫിന് പറ്റിയില്ല. വിദഗ്ധനായ ഈ മോഷ്ടാവാകട്ടെ ഈ 2 അലമാരകളും പൊളിച്ചടുക്കി. അഷ്റഫിന്റെ അരി മൊത്തക്കച്ചവട സ്ഥാപനം വീടിനോട് ചേർന്ന് തന്നെയാണ്. അതിൽ അന്യസംസ്ഥാന തൊഴിലാളികളുമുണ്ട്. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബഹളം കേട്ടാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഓടിവരുമെന്ന പ്രതീക്ഷ അഷ്റഫിനുണ്ടായിരുന്നു. എന്നാൽ ഒരു ഒച്ചയും കേൾപ്പിക്കാതെ അതിവിദഗ്ധമായി മോഷ്ടാവ് തന്റെ പണി നടത്തി പുറത്തിറങ്ങി. ഈ അഷ്റഫിനെ പോലെയുള്ള മരയോളകൾ കാരണം പണി മുഴുവൻ പോലീസിന്, പഴി മുഴുവൻ പോലീസിന്. വളപട്ടണത്ത് ഇത്ര വലിയൊരു മോഷണം നടന്നതിന് തൊട്ടു പിന്നാലെ പോലീസിന് മേൽ കനത്ത സമ്മർദ്ദം. മോഷ്ടാവിനെ പിടിച്ചില്ലെങ്കിൽ പോലീസിന്റെ അടപ്പൂരും എന്നതാണ് അവസ്ഥ. പോലീസ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം ഒരു ചിലന്തിക്കും. അതൊരു വല്ലാത്ത കഥ. വളപട്ടണത്തെ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഒരു വെൽഡിംഗ് ജോലിക്കാരനായ ലിജീഷ് എന്നയാൾ. ഇയാൾ മുൻപും ഇത്തരം മോഷണ കേസുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. എന്നാൽ പോലീസ് പിടിയിലായിട്ടില്ല. നേരത്തെ ഒരിക്കൽ കീച്ചേരിയിലായിരുന്നു ഇയാൾ മോഷണം നടത്തിയത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി അന്ന് വിരലടയാളം ലഭിച്ചു. ഇപ്പോൾ അഷ്റഫിന്റെ വീട്ടിലെ വിരലടയാളവുമായി ഒത്തുനോക്കിയപ്പോൾ കീച്ചേരിയിലെ മോഷ്ടാവിന്റെ വിരലടയാളം തന്നെ. ആദ്യഘട്ടത്തിൽ കീച്ചേരിയിലും അഷ്റഫിന്റെ വീട്ടിലും മോഷണം നടത്തിയത് ഒരേ വ്യക്തി എന്ന് പോലീസ് ഉറപ്പിച്ചു. 2ാമത്തെ പോലീസിന്റെ സംശയം കൃത്യമായി. അഷ്റഫിനെക്കുറിച്ചും ഈ വീടിനെക്കുറിച്ചുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ആൾ തന്നെയാവണം ഈ മോഷ്ടാവ്. അതിലപ്പുറം ഒരു വെൽഡിംഗ് ജോലിക്കാരനാവാനുള്ള സാധ്യതയും. ലോക്കർ പൊളിക്കാൻ പ്രാഗൽഭ്യമുള്ള ഒരുത്തൻ തന്നെയാണ് മോഷ്ടാവെന്നുറപ്പിച്ച പോലീസ് ലിജീഷിന് മേൽ തുടക്കം മുതൽ ഒരു കണ്ണുവെച്ചു. അഷ്റഫിന്റെ വീടിന് തൊട്ടടുത്താണ് ലിജീഷിന്റെ വീട്. മൊബൈൽ ഫോൺ പരിശോധനകൾ നടത്തിയപ്പോൾ അന്ന് രാത്രി അഷ്റഫിന്റെയും ലിജീഷിന്റെയും വീട് തന്നെയാണ് ടവർ ലൊക്കേഷനായി കാണിക്കുന്നത്. നേരത്തെ കീച്ചേരിയിലെ മോഷണ കേസിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അതോടെയാണ് ലിജീഷിന് കൂടുതൽ ആത്മവിശ്വാസവും കൈവന്നത്. പോലീസ് പരിശോധനയ്ക്കിടയിൽ പോലീസ് നായ മണം പിടിച്ചുപോയത് പ്രതിയുടെ വീടിന് മുന്നിലൂടെ. കഴിഞ്ഞ കുറച്ചു ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷണത്തിലാക്കി. തുടർന്ന് പ്രതിയെ അങ്ങ് പോലീസ് തൂക്കിയെടുത്തു. അഷ്റഫിന്റെ വിവരങ്ങളൊക്കെ കൃത്യമായി ലിജീഷിനറിയാം. ആ വീടുമായി അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ് കവർച്ചയ്ക്ക് പിന്നിൽ എന്ന പോലീസിന്റെ സംശയം കൃത്യമായി. 3 മാസം മുൻപ് ഗൾഫിൽ പോയി തിരിച്ചു വന്ന ലിജീഷ് വളപട്ടണത്തിലെ വീട്ടിൽ ജനൽ ഇളക്കിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ മോഷണം നടത്തിയതും വീടിന്റെ ജനലിന്റെ ഗ്രില്ല് ഇളക്കി തന്നെ.
കീച്ചേരിയിൽ നിന്ന് 4.5 ലക്ഷം രൂപയും 11.5 പവൻ സ്വർണവുമാണ് ലിജീഷ് കവർന്നത്. കണ്ടാൽ സാധുവായ ഒരു മനുഷ്യൻ വെൽഡിംഗ് ജോലിക്കായി പോകുന്നു. വളരെ സാധാരണ ജീവിതം. നാട്ടുകാർക്ക് വലിയ ആശ്ചര്യമാണ് ഇപ്പോൾ ലിജീഷ് പോലീസ് പിടിയിലായപ്പോൾ. പോലീസ് ലിജീഷിന്റെ വീട് പരിശോധിച്ചപ്പോൾ അതിനേക്കാൾ നാട്ടുകാർക്ക് അമ്പരപ്പ്. ലിജീഷിന്റെ കട്ടിലിനടിയിൽ പ്രത്യേക അറയും സംവിധാനവുമൊക്കെ. അതിൽ നിന്നാണ് 267 പവൻ സ്വർണവും 1,27 ലക്ഷം രൂപയും കണ്ടെടുത്തത്. ആരുമായും പ്രശ്നത്തിനൊന്നും പോകാത്ത ഇയാളെ ഇത്തരമൊരു വൻ മോഷണത്തിന് അറസ്റ്റ് ചെയ്തത് നാട്ടുകാരിൽ അമ്പരപ്പുളവാക്കുന്നു. ലിജീഷിനെ പിടികൂടിയതിന് തൊട്ടുപിന്നാലെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ലഡു വിതരണം ചെയ്താണ് പോലീസുകാർ ആഘോഷം നടത്തിയത്. അത്ര വലിയ ആശ്വാസവുമാണ് ഇപ്പോൾ പോലീസിന്. ഇത്രയും വലിയ മോഷണ കേസിലെ പ്രതിയെ തൊണ്ടി മുതൽ സഹിതമാണ് പോലീസ് തൂക്കിയെടുത്തത്. അതും 1 പവൻ പോലും നഷ്ടപ്പെടാതെ. അതാണ് പോലീസിന്റെ പ്രത്യേക മിടുക്ക്. ഒരു ബിഗ് സല്യൂട്ട്. നവംബർ 19 തീയതിയാണ് അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലേക്ക് പോയത്. മടങ്ങി വന്നത് 24 തീയതി. 20 തീയതി മോഷണം. 21 തീയതി വീണ്ടും അഷ്റഫിന്റെ വീട്ടിലെത്തി പ്രതി. ആദ്യ ദിവസം വീട്ടിലെത്തിയ പ്രതി പകുതി മോഷണ മുതലുകൾ എടുത്തുകൊണ്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്. തൊട്ടടുത്ത ദിവസം എത്തി ബാക്കി കൂടി അങ്ങ് കയ്യിലാക്കി. CCTVയിൽ ലഭിച്ച ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. ധരിച്ച ഷർട്ടിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു പരിശോധനയും നടത്തി. മോഷണം നടന്ന ദിവസം പോലീസ് അയൽവാസിയായ ലിജീഷിന്റെ വീട്ടിൽ ഒന്ന് പോയിരുന്നു. അവിടെ അന്ന് CCTVയിൽ കണ്ട വസ്ത്രം. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടോ എന്ന് ലിജീഷിനോട് പോലീസ് അന്വേഷിച്ചു. ഒന്നും കണ്ടില്ല എന്ന് ലിജീഷിന്റെ മറുപടി. അതും വളരെ കൂളായി. എന്നാൽ ലിജീഷിന്റെ തലയിലും ശരീരത്തിലുമൊക്കെ ചിലന്തി വലകളുണ്ടായിരുന്നു. മോഷണം നടന്ന സ്ഥലത്തും ഈ ചിലന്തി വലകളുണ്ട്. വീടിന്റെ ജനൽ ഗ്രില്ലിളക്കി മുകളിലേക്ക് പോകുന്ന വഴിക്ക് വല്ലാത്ത ചിലന്തി വലകൾ. ശരീരത്തിൽ ചിലന്തി വലകൾ ശ്രദ്ധിച്ച പോലീസ് ഇതെന്തു പറ്റിയതാണ് എന്ന് ലിജീഷിനോട് ചോദിച്ചു. എന്നാൽ പെട്ടെന്ന് ലിജീഷ് ഉത്തരം പറയാൻ ഒന്ന് പതറി. കൃത്യമായ ഉത്തരം പെട്ടെന്ന് ലിജീഷിൽ നിന്ന് വന്നില്ല. ഇതോടെ പോലീസിന് സംശയം രൂക്ഷമായി. ഒടുവിൽ ഞായറാഴ്ച രാവിലെ മറ്റ് നിരീക്ഷണങ്ങൾക്ക് ശേഷം ലിജീഷിനെ അങ്ങ് തൂക്കിയെടുത്തു. വെൽഡിംഗ് ജോലി, അഷ്റഫിന്റെ വീടുമായുള്ള അടുപ്പം, എല്ലാ തെളിവുകളും ലിജീഷിനെതിരെ. ഒടുവിൽ കുറ്റസമ്മതം മണിമണിയായി. തൊണ്ടി മുതലൊക്കെ പോലീസിനെ കൊണ്ടുചെന്ന് കാണിച്ചു കൊടുത്തു. ഒരാൾ മാത്രമാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. ഇനി കൂടുതൽ പേരുടെ സഹായം ലിജീഷിന് ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഇപ്പോൾ ലിജീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. അഷ്റഫിന്റെ വീട്ടിലെ മോഷണത്തിന്റെ പേരിൽ അഷ്റഫിന്റെ വ്യാപാര ബന്ധമുള്ള സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഇവരെയൊക്കെ സംശയത്തിന്റെ പേരിൽ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു. വല്ലാത്ത ഗതികേട് തന്നെ. മറ്റ് ജില്ലകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമൊന്നും അന്വേഷണം വ്യാപിപ്പിക്കേണ്ട എന്ന് പോലീസ് തീരുമാനിച്ചു. കുറുവാ സംഘമൊന്നുമല്ല. കുറുവയേക്കാൾ അപകടകാരിയായ ലിജീഷ് അഷ്റഫിന്റെ അയൽവാസി തന്നെയാണ്. CCTV ക്യാമറകളും ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ചാണ് കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിയത്. CCTV ക്യാമറ കണ്ണിമ തെറ്റാതെ നിരീക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് വിപുലമായ അന്വേഷണ സംഘമാണ് അന്വേഷണവും നടത്തിയത്. 300 പവൻ സ്വർണവും 1,27 ലക്ഷം രൂപയും വീട്ടിൽ ലോക്കറിൽ പൂട്ടിവെച്ച ഒരു വ്യവസായി. ഇത്തരം മരയോളകൾ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഇവർ തന്നെയാണ് കള്ളന്മാരെ ഇങ്ങനെ കേരളത്തിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്രയധികം സ്വർണമെന്നൊന്നും നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എങ്കിലും ഇതൊക്കെ സൂക്ഷിക്കാൻ നാട്ടിൽ ബാങ്ക് ലോക്കറുകൾ ഉണ്ട് എന്ന സാമാന്യബോധം പോലും ഇവർക്കൊന്നുമില്ലേ? ബാങ്ക് ലോക്കറുകളിൽ കൊണ്ടുപോയി സ്വർണം ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഭദ്രമായി സൂക്ഷിക്കുക. എന്തിനാണിങ്ങനെ പവൻ കണക്കിന് സ്വർണം കെട്ടിത്തൂക്കി മോഷ്ടാക്കളെ സ്വയം ആകർഷിച്ച് വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നത്? പലപ്പോഴും കുറ്റക്കാർ നമ്മൾ തന്നെയാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കുക. അതിൻ്റെ അനന്തരഫലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. അവർ ചെയ്തത് തികഞ്ഞ ഹീറോയിസം തന്നെ. ആ ചിലന്തി വല അത് മോഷ്ടാവ് ലിജീഷിനെ വീഴിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.